ജോസടാ അവനകത്തുണ്ടെന്ന് തോന്നുന്നു. കേറിയിട്ടുണ്ടെന്നുള്ള ഉറപ്പാ. സാറേ സാറേ ഉണ്ട് ഇതിനകത്ത്. സാറേ സാറാ സാറാ നിന്നെ തല്ലലടാ, നിന്നെ കൊന്നുകളഞ്ഞ. എന്തിനാടാ നീ നെത്തി ഉപദ്രവിക്കാൻ ശ്രമിച്ചു? നമ്മുടെ ജീവന്റെ സ്വരമല്ലേ കേൾക്കുന്നത്? നിന്നെ വിടില്ലടാ, എന്നെ വിട്. ഒട്ടങ്ങി നിക്കടാ. എടാ നിക്കടാ, അവിടെ നിക്കാൻ. അത് ഏട്ടന്റെ ശബ്ദമല്ലേ? ജീവ സാറേ 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 ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. നമ്മുടെ ജീവന്റെ സ്വരമാണല്ലോ കേൾക്കുന്നത്. ജീവ മോനെ, ജീവ. സാറാ എന്താ അത് എല്ലാരും കൂടി? ഒരു കള്ളൻ എന്റെ മാല പൊട്ടിക്കാൻ ശ്രമിച്ചു. ഞങ്ങൾ ഓടിച്ചപ്പോ അയാൾ ഇതിനകത്തേക്ക് ഓടിക്കയറിയത്. സാറ് കണ്ടില്ലേ? ഞാൻ ബഹളം കേട്ട് ഇറങ്ങി വന്നതാ. ഞാനൊന്ന് നോക്കട്ടെ. ജീവ സാർ ഇതൊക്കെ അവൻ ഇവിടെ ഊരിയിട്ടിട്ട് പിൻവാതിൽ വഴി ഓടിപ്പോയി. സാറിപ്പോ പാത്തേ எங்க இருந்து இங்க வந்த? എടാ ഞാൻ നമ്മുടെ വീടിന്റെ പുറകെ നിൽക്കരുത്. ബഹളം കേട്ട് നോക്കിയപ്പോ ദേ അവൻ ഇതിന്റെ അകത്തേക്ക് ഓടിപ്പോന്നു. அப்படியா? ഇവിടെ ഉണ്ടായിരുന്ന പിള്ളേരോടെ അവരാരും ഇവിടെ ഇല്ല. ഇത്രയും കൃത്യമായിട്ട് ഈ വീട്ടിലേക്ക് ഓടിക്കറണമെങ്കിൽ അവന്മാരിൽ ആരെങ്കിലും ഒരാൾ തന്നെയായിരിക്കും. അനാവശ്യം പറയരുത്. അവരാരും അങ്ങനെയൊന്നും ചെയ്യുന്നവരല്ല. അവരെന്തൊക്കെ ചെയ്യുന്നവരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവന്മാരുടെ ശല്യം സഹിക്ക വയ്യാതെ കുറച്ചു മുമ്പാണ് നിത്യ അവരെ ചീത്ത വിളിച്ചത്. നീയോ അത് കണ്ടതല്ലേ? എന്തൊക്കെയാ ജീവ നീ വിളിച്ചു പറയുന്നത്? സാറുടെ കൂടെ താമസിക്കുന്ന ഒരു മോശം കുട്ടികളൊന്നല്ല, അവര് നല്ല കുട്ടികളാ. അച്ഛന് കാര്യം അറിയാൻ മേലാഞ്ഞിട്ടാ. കാര്യങ്ങളൊക്കെ എത്ര കൃത്യമാണെന്ന് ആലോചിച്ച് നോക്കി മോനെ. ബാത്റൂമിൽ കയറി കഥ കടച്ചിട്ട് ഏതെങ്കിലും ഒരു പെണ്ണ് മുൻവാതിലും പിൻവാതിലും തുറന്നിട്ട് കുളിക്കാൻ കയറും. ജീവ പറഞ്ഞു ഒരുപാട് ആവരുതേ. താൻ എന്താ ഉദ്ദേശിക്കുന്നത്? എന്റെ കൂടെയുള്ള പിള്ളേരെ കക്കാൻ വിട്ടിട്ട് ഞാൻ അവർക്ക് സൗകര്യം ഒരുക്കുന്നതാണോ? ഇത് എന്റെ വീടാ. വാതിൽ തുറന്നിടുന്നതും അടയ്ക്കുന്നതും ഒക്കെ എന്റെ സൗകര്യമാണ്. ഇവിടെ കള്ളന്മാരും കൊള്ളക്കാരും ഉണ്ടെന്ന് കരുതിയിട്ടല്ല ഞാൻ ജീവിക്കുന്നത്. അവന്മാരിപ്പോ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവന്മാരെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചേനെ. ജീവ മതി, വെറുതെ സാറേയുമായി തർക്കിക്കണ്ട. നീ വീട്ടിലേക്ക് പോ. അമ്മേ, ഇത്രയും വലിയൊരു പ്രശ്നമുണ്ട്. നിന്നോട് വീട്ടിലേക്ക് പോവാനല്ലേ പറഞ്ഞത്? ജീവ നീ പറയുന്നൊന്ന് കേൾക്ക്. നീ ഇപ്പൊ വീട്ടിലേക്ക് ചെല്ല്. അവന്മാരെയും കൊണ്ട് ഒരുപാട് നാൾ നീ ഇവിടെ വാഴില്ല. വാഴിക്കില്ല ഞാൻ.
കൂട്ടുകാരും പാവങ്ങളാ. അവരൊരിക്കലും അങ്ങനെ ചെയ്യില്ല. സ്വന്തം കുടുംബം പോലെയാ നിങ്ങളുടെ കുടുംബത്തെ അവർ കാണുന്നത്. ജീവൻ പറഞ്ഞത് മോള് കാര്യമാക്കണ്ട. നമ്മുടെയൊക്കെ ഉമ്മറത്ത് ഇങ്ങനെ ഒരു കാര്യം നടക്കുമെന്ന് ആരും പ്രതീക്ഷിക്കില്ലല്ലോ മോളെ. അവൻ അതുകൊണ്ട് വിളിച്ചു പറഞ്ഞതാ. മോളത് വിട്ടേക്ക്. സാറാ, സാറയോ സാറയുടെ കൂടെയുള്ള കുട്ടികളോ ഒരു തെറ്റ് ചെയ്തെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ജീവേട്ടൻ പറഞ്ഞതിന് ഞങ്ങൾ ക്ഷമ ചോദിക്കാം. സാറമോളെ, എന്തായാലും ഒരു കാര്യം സത്യമോ, ശ്രദ്ധിക്കേണ്ട രീതിയിലുള്ളൊരു സംഭവം ഉണ്ടായി. മോള് തനിച്ചാവുമ്പോ ഈ കാണുന്ന വാതിലും ജനലൊക്കെ ഭദ്രമായിട്ട് അടച്ചിടുന്നു, കേട്ടല്ലോ? മനു ഫ്രണ്ട്സും വരുമ്പോ ഇതൊന്നും പറയാൻ നിൽക്കണ്ട കേട്ടോ, അവർക്കത് വിഷമാവും. സോറി മോളെ. ഈ സംഭവത്തിന്റെ യഥാർത്ഥ ഉത്തരവാദികൾ ആരാണെന്ന് നമ്മൾ കണ്ടുപിടിക്കും. അപ്പോ ജീവന്റെ തെറ്റിദ്ധാരണയും മാറും. തെറ്റിദ്ധാരണകൾ ഒരുപാട് മാറാനുണ്ട് ആന്റി. അത് ജീവന്റെ മാത്രമല്ല. രഘുവേട്ടാ, എന്തായാലും പോലീസിൽ അറിയിക്കണം. നമ്മുടെ കോളനിയിൽ ആദ്യമായിട്ടാ ഇങ്ങനൊരു സംഭവം. ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല. ആ പോലീസിൽ പരാതി കൊടുക്കേണ്ടത് ഏതോ ഒരു കള്ളം വന്ന് പോയിന്നല്ല. സാറിയും ആ പിള്ളേരും നമ്മളെ ആക്രമിച്ചെന്നാ. നീ ഇതുവരെ അത് വിട്ടില്ലടാ. എങ്ങനെ വിടാനാമേ? തൊട്ടടുത്ത് താമസിച്ചിട്ട് ഇങ്ങനൊരു ക്രൂരത ചെയ്യാന്ന് പറഞ്ഞ ആ കോട്ടും മുഖംമൂടിയൊക്കെ ഇല്ലേ, അത് അവരുടെ വീട്ടിൽ നിന്ന് കിട്ടിയ തെളിവായിട്ട് പോലീസിന് കൊടുക്കണം. ആ കള്ളനെ ഓടിക്കേറിയത് നമ്മുടെ വീട്ടിലേക്കായിരുന്നെങ്കിലോ? അതൊക്കെ ഊരിയിട്ടത് ഇവിടെയായിരുന്നെങ്കിലോ? ഇവിടെയുള്ളവരെല്ലാം കള്ളന്മാരാണെന്ന് നാട്ടുകാർ പറഞ്ഞ നമ്മൾ സമ്മതിക്കോ? ഇവിടെയുള്ളവരെ കള്ളന്മാരാക്കാൻ നാട്ടുകാർക്ക് താല്പര്യം കാണില്ല. പക്ഷേ സാറയുടെ കൂടെയുള്ളവരെ കള്ളന്മാരാക്കാൻ ചിലർക്ക് പ്രത്യേക താല്പര്യമുണ്ട്. സുജാതെ, എന്തായാലും അസോസിയേഷൻകാരെയൊക്കെ ഒന്ന് വിവരം അറിയിക്കണം. അവരാണല്ലോ ഇതിലൊക്കെ ഇടപെടേണ്ടത്. അച്ഛാ, അസോസിയേഷൻകാരോട് ആദ്യം പറയേണ്ടത് ആ സാറയോട് ഇവിടുന്ന് വീടൊഴിഞ്ഞു പോകാനാ. അതോടെ ഈ പ്രശ്നങ്ങളൊക്കെ തീരും. മതി. അവരെ മോഷ്ടാക്കളാക്കാൻ കുറെ നേരമായി നീ ശ്രമിക്കുകയാണ്. അവർക്ക് മോഷ്ടിച്ച് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി ഇക്കാര്യം പറഞ്ഞ നമ്മൾ തമ്മിൽ തെറ്റും. ഞാൻ അസോസിയേഷൻ പ്രസിഡന്റ് പണിക്കർ സാറിനെ ഒന്ന് വിളിക്കട്ടെ. എന്താ നടപടിയെന്ന് അറിയണമല്ലോ. ആ സാറ കാണിക്കുന്ന കള്ളത്തരങ്ങൾ ഇവരെല്ലാം വിശ്വസിച്ചിരിക്കാച്ച. അച്ഛനെങ്കിലും ഒന്ന് ബോധത്തോടെ ചിന്തിക്ക്. ഇതുവരെ കാണാത്ത കാഴ്ചകളാ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെന്തായാലും ഒരു പരിഹാരം ഉണ്ടാവും. ദേ ജീവ, അതേക്കുറിച്ചോർത്ത് നീ ടെൻഷൻ ആവണ്ട. നിത്യ മാഡം, ഞാൻ അവരെ ഇവിടെ പിടിച്ചില്ലേ, അപ്പൊ അവരുടെ കൈ ഞാൻ പാത്തേ. അത് എനിക്ക് തെരിഞ്ഞ മാതിരി ഇരുന്ന്. പിന്നെ കള്ളൻ നിന്റെ കൂടെ കിടന്ന് ഉറങ്ങിയവനല്ലേ പരിചയം തോന്നാൻ? എന്നെ ഞാനൊന്ന് നോക്കട്ടെ അവന്മാരെ ഇവിടെ നിന്ന് അടിച്ചിറക്കാൻ പറ്റിയ വല്ല മാർഗം ഉണ്ടോന്ന്. ഏട്ടന് ആരെയാ ഇഷ്ടമുള്ളത്? ഏട്ടന് ആരെയാ വിശ്വാസമുള്ളത്?
ആരോടെങ്കിലും എന്തെങ്കിലും ഈഗോ തോന്നിയാ പിന്നെ കൊന്നിട്ടായാലും അത് തീർക്കണം, അത്രയല്ലേ ഉള്ളൂ. സാർ സാർ ഇതെന്നെ മൂക്കിൽ വന്നൊരു പാട്. അതെ, ആ കള്ളന്റെ വേലേ ഞാൻ അവനെ ചവിട്ടിക്കൂട്ടിയതല്ലേ. അതിന്റെ ഇടയിലേ ആഞ്ഞൊരു ഇടിയായിരുന്നു. ഞാൻ ഇടിച്ചതുപോലെ അല്ലേ? ആ ഏ സാർ ഞാൻ കൊഞ്ചം മരുന്ന് കൊണ്ടുവരാം. പോട്ടില്ല ഇതാ വരുത്. ഈ കള്ളൻ താമസിയാതെ തന്നെ പിടിയിലാവും. മുഖംമൂടി വെക്കാതെ, തലയിൽ കോട്ടിടാതെ അയാൾ എല്ലാവരുടെയും മുന്നിൽ നിൽക്കുക തന്നെ ചെയ്യും. എന്തോ ചേച്ചി, എന്താ വല്ലാതിരിക്കുന്നേ? നിങ്ങൾ എവിടെ പോയിരുന്നു? ഞങ്ങളൊരു ഫ്രണ്ടിനെ കാണാൻ പോകുന്ന ചേച്ചിയോട് പറഞ്ഞല്ലേ, ഞങ്ങൾ അവൻ്റെ അടുത്തായിരുന്നു. ഇവിടെ ഒരു പ്രശ്നമുണ്ടായി. അത് എന്നെ മാത്രം ബാധിക്കുന്നതല്ല, നിങ്ങളെ കൂടി ബാധിക്കുന്നതാ. കാര്യം എന്താ ചേച്ചി പറ. ഇതൊക്കെ അവൻ ഇവിടെ ഊരിയിട്ടിട്ട് പിൻവാതിൽ വഴി ഓടിപ്പോയി. ഇവിടെ ഉണ്ടായിരുന്ന പിള്ളേരോടെ അവരാരും ഇവിടെ ഇല്ല. ഇത്രയും കൃത്യമായിട്ട് ഈ വീട്ടിലേക്ക് ഓടിക്കറണമെങ്കിൽ അവന്മാരിൽ ആരെങ്കിലും ഒരാൾ തന്നെയായിരിക്കും. കള്ളന്റെ വേഷത്തിൽ വന്നത് നിങ്ങൾ ആരെങ്കിലും ആണെന്ന് ജീവൻ ഉറപ്പിച്ചു തന്നെ പറഞ്ഞു. എന്നിട്ട് ചേച്ചി അതൊക്കെ കേട്ടോണ്ട് നിന്നോ? അയാൾക്ക് എന്നാ നമ്മളോട് ഇത്ര വെറുപ്പ്? ജീവൻ മാത്രമേ അങ്ങനെ പറഞ്ഞുള്ളൂ. ബാക്കിയെല്ലാരും എന്നോട് സോറി പറയുക ചെയ്തത്. ഇത് വിചിത്രമാണല്ലോ ചേച്ചി. നിത്യേച്ചിയുടെ കഴുത്തിൽ നിന്ന് ഒരാൾ മാല പൊട്ടിക്കാൻ ശ്രമിക്കുക, അയാൾ കൃത്യമായിട്ട് ഈ വീടിൻ്റെ അകത്ത് തന്നെ വന്ന് കയറാൻ ശ്രമിക്കുക, അയാളെ ജീവൻ എന്ന മനുഷ്യൻ മാത്രം കാണുക, എന്നിട്ട് പുറം വാതിൽ കൂടി ഇറങ്ങിപ്പോയിന്നൊരു ന്യായവും. ഒരു സംശയവും വേണ്ട ചേച്ചി, ഇതൊരു ട്രാപ്പാ. അയാളൊരു സംശയരോഗിയാണ് ചേച്ചി. ഞങ്ങളിവിടെ താമസിക്കുന്നതിന് അയാൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. ഭാര്യ അനിയത്തി മാത്രമല്ല, ചിലപ്പോൾ സ്വന്തം അമ്മയെ പോലും അയാൾക്ക് സംശയമുണ്ടോ? അതാ ടൈപ്പ്. നിങ്ങൾ പറയുന്നത് കാര്യമൊക്കെ തന്നെയാണ്. പക്ഷേ അത് കൺഫേം ചെയ്യണമെങ്കിൽ നമുക്കെന്തെങ്കിലും തെളിവ് വേണമല്ലോ. ജീവൻ നിത്യയുടെ മാല പൊട്ടിക്കാൻ ശ്രമിച്ചു എന്ന് വെറുതെ പോലും നമുക്ക് അവരോട് പറയാൻ പറ്റുമോ? ഓടിപ്പോയ കള്ളൻ ജാക്കറ്റ് ഊരിയിട്ടു എന്നാ ജീവൻ പറഞ്ഞത്. ഈ വീടിനകത്ത് അങ്ങനെ ഊരിയിടണമെങ്കിൽ നിങ്ങൾ തന്നെ ആയിരിക്കണമല്ലോ. അതൊരു ന്യായമായ സംശയമായിട്ട് മറ്റുള്ളവർക്കും തോന്നാലോ. ആ കുടുംബം നിങ്ങൾ അവിശ്വസിക്കില്ല. പക്ഷേ അയൽപ്പക്കക്കാർക്കിടയിൽ ജീവൻ അത് പറഞ്ഞു പരത്തും. അസോസിയേഷൻകാർക്കിടയിൽ നിങ്ങൾ കുഴപ്പക്കാരാണെന്ന് വരുത്തി തീർക്കും. അതിന്റെ റിയാക്ഷൻ പെട്ടെന്ന് തന്നെ ഉണ്ടാവുകയും ചെയ്യും. ഞങ്ങൾ ഇവിടെ താമസിക്കുന്നതിൽ ചേച്ചിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ പൊക്കോളാം. അതല്ല ഞാൻ പറഞ്ഞത്.
നമ്മുടെ നിരപരാധിത്വം എങ്ങനെയെങ്കിലും നമുക്ക് തെളിയിച്ചേ പറ്റൂ. ചേച്ചി ചേച്ചി ആ ജാക്കറ്റിൽ നിന്നൊരു മൊബൈൽ കിട്ടി. ജീവൻ പറഞ്ഞ സത്യമാണെങ്കിൽ ഇത് മോഷ്ടിക്കാൻ വന്നവന്റെ മൊബൈലായിരിക്കും. ഇത് വെച്ച് നമുക്ക് ആളെ കണ്ടെത്താൻ പറ്റും. അതിനു മുൻപ് നമുക്ക് വേറൊരു സംശയം തീർക്കാനുണ്ട്. യെസ്, ഇത് ജീവന്റെ മൊബൈലാ. ഇനി എന്തിനാ ചേച്ചി നമ്മൾ സംശയിക്കുന്നത്? ഇതിൽ കൂടുതൽ എന്ത് തെളിവാ നമുക്ക് വേണ്ടത്? വാ, നമുക്കിപ്പോ തന്നെ പോയി ചോദിക്കാം. ഞാൻ പോയിട്ട് വരാം. ചേച്ചി എന്തിനാ തനിച്ചു പോകുന്നത്? ഞങ്ങളെയല്ലേ അയാൾ കുറ്റവാളിയാക്കിയത്. അയാൾക്ക് എന്താ പറയാനുള്ളതെന്ന് ഞങ്ങളും കൂടി ഒന്ന് കേൾക്കട്ടെ. അയാളുടെ ഭ്രാന്തുകൾ ചേച്ചി പലപ്പോഴും ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളതാ. വീട്ടുകാരറിയാതുള്ള അയാളുടെ വേഷം കെട്ട് ഇന്നത്തോടെ അവസാനിക്കണം. ശരി, കാര്യം നമുക്ക് വ്യക്തമാണ്. ചെയ്തത് ജീവൻ തന്നെയാണ്. പക്ഷേ നമുക്ക് എന്ത് സംസാരിക്കാനുണ്ടെങ്കിലും അത് ജീവനോട് മാത്രമായിരിക്കണം. മറ്റുള്ളവരോട് ബഹുമാനമില്ലാത്ത ഒരു വാക്ക് പോലും നിങ്ങളുടെ നാവിൽ നിന്ന് വരാൻ പാടില്ല. ഉണ്ടാവില്ല. തെറ്റിയാത്ത ഒരാളോട് പോലും ഞങ്ങൾ വഴക്കിടില്ല. എങ്കി വാ. ரொம்ப காயமாயிடுச்சு. ஸ்கின் எல்லாம் போயிருக்கு. என்னம்மா திடீர்னு எல்லாரும் கூட? ഇവരിൽ ആരും ഒരാള് കള്ളനാണെന്നല്ലേ നിന്റെ സാറിന്റെ കണ്ടുപിടുത്തം. അപ്പോ കള്ളന്മാരെ ഹാജരാക്കണ്ടേ? നീ പോയി എല്ലാരും വിളിച്ചോണ്ട് വാ. ചെല്ല്. சரிம்மா வரேன். ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ആഹാ, എന്താ സാറേ? അങ്കിൾ, ഇവര് മൂന്നുപേരും ഇപ്പോഴാ വന്നത്. കുറച്ചു മുൻപേ കഴിഞ്ഞ സംഭവത്തില് പ്രതികൾ ഇവരാണല്ലോ. അതാ ഞാൻ ഇവരെയും കൂട്ടി ഇങ്ങോട്ട് വന്നത്. ജീവൻ ദേഷ്യത്തിൽ എന്തെങ്കിലും പറഞ്ഞോ? അതിനുള്ള മറുപടിയും സാറോട് ഞങ്ങൾ പറഞ്ഞാണല്ലോ. എന്തു മറുപടി? ഒരാൾ സംശയിച്ചാ അത് തന്നെ ധാരാളമാ. ജീവേട്ടൻ ഈ കാര്യം മറ്റുള്ളവരോട് പറഞ്ഞ കുറച്ചുപേരെങ്കിലും അത് വിശ്വസിക്കില്ലേ? അത് ഞങ്ങൾക്ക് നാണക്കേടല്ലേ? അങ്കളെ, ഞങ്ങൾ പഠിക്കുന്ന കുട്ടികളാണ്. ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളും ഉണ്ട്. പക്ഷേ ഞങ്ങൾ പിടിച്ചു പറിക്കാനോ മാല മോഷ്ടിക്കാനോ ഒന്നും ശ്രമിക്കാറില്ല. സുജാതേ, എന്താ രഘുവേട്ട? നമ്മളെല്ലാം അവസാനിപ്പിച്ചിട്ട് പോന്നാണെങ്കിലും സാറോ ഒന്നും അവസാനിപ്പിച്ചിട്ടില്ല. പിള്ളേരെയും കുട്ടി വന്നിരിക്കുന്നത് കണ്ടില്ലേ? മോളെ, എന്താ കാര്യം? ആന്റി, എനിക്ക് വേണമെങ്കിൽ ഇത് ഇവിടം കൊണ്ട് നിർത്തായിരുന്നു. പക്ഷെ സംശയത്തിന്റെ ഒരു നിഴല് എന്റെ അനുജന്റെയും അവരുടെ കൂട്ടുകാരുടെയും മുകളിൽ ഉണ്ടാവും. അപ്പൊ പിന്നെ ഞാൻ എന്താ വേണ്ടത്? ഞങ്ങളിപ്പോ വന്നത് നിത്യയുടെ മാല മോഷ്ടിക്കാൻ ശ്രമിച്ച യഥാർത്ഥ കള്ളൻ ആരാണെന്ന് നിങ്ങളുടെ മുന്നിൽ ബോധ്യപ്പെടുത്തി തരാനാ. அந்த கள்ளனை பிடிச்சாச்சா? யார் அவன்? അങ്കിൾ, ജീവനെ ഒന്ന് വിളിക്ക്. ജീവ, ഒന്നും കൂടെ വന്നേ. ഈ പട്ടാപ്പകല് നമ്മുടെ ഏരിയയില് അങ്ങനൊരു കള്ളൻ പുറത്തുനിന്ന് വരില്ല. ജീവൻ പറഞ്ഞ ഒരു കാര്യം സത്യം, കള്ളൻ പുറത്തു നിന്നല്ല, അകത്ത് നിന്ന് തന്നെ.
ചില കാര്യങ്ങൾ ഇവിടെ വെച്ച് അവസാനിക്കണം. ചില വിശ്വാസങ്ങൾ ഇവിടെ തകരണം. അങ്കിളിനും ആന്റിക്കും കള്ളനെ കാണണ്ടേ?